അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ആലപ്പുഴയിലുള്ള അൻസാരി സുഹരി ഉസ്താദിനെ എല്ലാവർക്കും അറിയാം. ആളെ എല്ലാവർക്കും സുപരിചിതനാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിനുള്ള മറുപടിയാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് പൂർണ്ണമായും കേൾക്കണം. അല്ലാതെ അല്പം മാത്രം കേട്ട് കമൻ്റ് ഇടാനോ എന്നെയോ അല്ലെങ്കിൽ അൻസാരി സുഹരി ഉസ്താദിനെയോ കുറ്റം പറയാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നൗഷാദ് ബാഖവി ഉസ്താദ് നടത്തുന്ന സ്നേഹസാഗരം എന്ന ആ സ്ഥാപനത്തിൽ പോവുകയും ആരോഗ്യമില്ലാത്തവരെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നിർമ്മിച്ച ഒരു സ്ഥാപനമാണ് സ്നേഹസാഗരം. അവിടെ എല്ലാ മാസവും നടക്കുന്ന മജ്‌ലിസുന്നൂറിൽ പങ്കെടുത്ത അൻസാരി സുഹരി ഉസ്താദ് അവിടെ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആവേശത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പക്ഷേ അത് ദീനിൽ അത് എതിരായ കാര്യമാണ്. ദീനിൽ എതിരായെന്ന് ഞാൻ പറഞ്ഞ ഉദ്ദേശം ഹറാമായൊരു കാര്യം ചെയ്തു എന്നല്ല. ദീനിൽ അതിന് തെളിവുകൾ ഉണ്ടായിട്ടും മറ്റുള്ള ജനങ്ങളുടെ ഇടയിൽ അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾക്ക് ഒരായുധമാകുന്ന രൂപത്തിൽ മുസ്ലിമീങ്ങളെയും ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും കുറ്റം പറയാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു പ്രസംഗമായി ഒരു 3 മിനിറ്റോളം വരുന്ന ഒരു ഭാഗം ആ പ്രസംഗത്തിലുണ്ട്. അത് പ്രത്യേകമായി അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മളത് കേട്ടപ്പോൾ അത് കേട്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത്. ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇത് അൻസാരി സുഹരി ഉസ്താദിനും എത്തിച്ചു കൊടുത്താൽ വളരെ ഉപകാരമായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായി പറയുന്നു, ഇന്ന് ഈ കാലഘട്ടത്തിൽ നല്ലൊരു സംസാര ശൈലിയുള്ള എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ ദീനിൻ്റെ കാര്യങ്ങളാണെങ്കിലും മറ്റ് ഭൗതികമായ കാര്യങ്ങളാണെങ്കിലും കൂടുതലായിട്ടും ഭൗതിക കാര്യങ്ങളിലാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്, കൃത്യമായ വ്യക്തമായ മറുപടി കൊടുക്കാൻ ഉതകുന്ന ഒരു പണ്ഡിതനാണ്, ഉസ്താദാണ് അൻസാരി സുഹരി ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഒക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ്. മിക്കവരും അത് കേൾക്കുന്നവരാണ്. എന്നാൽ ദീനിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം ആവേശത്താൽ പറഞ്ഞ ചില കാര്യങ്ങൾ, അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നമ്മളത് കേട്ടിട്ട് മിണ്ടാതിരുന്നാൽ നാം അത് കുറ്റക്കാരായി പോകുമോ എന്ന് ഭയമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തെ അടിച്ചമർത്താനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. അങ്ങനെയെങ്കിൽ ചിലരിനെ ചോദിച്ചേക്കാം, അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന്. പക്ഷേ അദ്ദേഹം പേഴ്സണലായിട്ടല്ലല്ലോ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ കാണാൻ ഇടയായ ആ വിഷയം ഞാൻ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് മാത്രം വിളിച്ച് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ അത് തിരുത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇത് കേൾക്കുന്നവർക്കൊക്കെ ആ തെറ്റിദ്ധാരണ മാറട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കൂടുതലായി അതിലേക്കൊന്നും നീട്ടി പറയുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് പ്രവേശിക്കാം. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, ആ നൗഷാദ് ബാഖവി അടക്കമുള്ളവരിയ്ക്കുന്ന ആ സ്റ്റേജിൽ വെച്ച് നടത്തിയ ആ പ്രസംഗത്തിൽ ഉമ്മമാരൊക്കെ ഈ ഫോൺ ചെയ്ത് സംശയങ്ങളൊക്കെ ചോദിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഉമ്മമാർ വിളിച്ചിട്ട് തഹജ്ജുദ് നിസ്കാരത്തിൽ ഏത് സൂറത്താണ് ഓതേണ്ടത് ഉസ്താദേ എന്നൊക്കെ ചോദിച്ചാൽ ആദ്യത്തെ റക്കത്തിൽ ഇന്നതാണ്, രണ്ടാമത്തെ റക്കത്തിൽ ഇന്നതാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിൽ സന്തോഷമുണ്ട്, അത് ഒരു റാഹത്തുണ്ട്, സന്തോഷമാണ്. പക്ഷേ വിളിച്ചിട്ട് ആനയെ സ്വപ്നം കണ്ടാൽ എന്താണ് ഉസ്താദേ അർത്ഥം, ആനപ്പിണ്ടം സ്വപ്നം കണ്ടാൽ എന്താണ് ഉസ്താദേ അർത്ഥം, കടം വീടാൻ എന്താ ചെയ്യേണ്ടത് ഉസ്താദേ എന്നൊക്കെ ചോദിച്ചിട്ട് ദിക്റുകളും സലാത്തുകളും ഒക്കെ തസ്ബീഹുകളും അല്ലെങ്കിൽ പ്രത്യേക ദുആകളും ഒക്കെ ചൊല്ലിയിരിക്കുന്ന ഉമ്മമാരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു പ്രസംഗമായിരുന്നു അത്. അപ്പൊ ആനയെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം അദ്ദേഹം ചോദിക്കുന്നതിനകത്ത്. ആനയെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം? ഒലക്കയുടെ മൂട് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഒരിക്കലും ഒലക്കയുടെ മൂടല്ല ഉസ്താദെ. ആനയെ സ്വപ്നം കണ്ടാൽ എന്താണ് എന്ന് വലിയ പണ്ഡിതനും സൂഫി പര്യനുമായ ഇബ്നു സീരീൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം ആ ഉമ്മമാർ അങ്ങനെ വിളിച്ച് ചോദിക്കുന്നത്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് തെളിവ് സഹിതം പിന്നീട് പറഞ്ഞു തരാം. അതുപോലെ ഉസ്താദ് പറഞ്ഞല്ലോ, കടം വീടാൻ എന്ത് ചെയ്യണം? കടം വീടാൻ ജോലിക്ക് പോകണം. ജോലിക്ക് പോകാതെ കടം വീടാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചല്ലല്ലോ ഉസ്താദെ ആൾക്കാരെ വിളിക്കുന്നത്. അപ്പം എനിക്ക് യൂട്യൂബ് ചാനലുള്ള ആളാണ്, ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്. നൂറുകണക്കിന് ആൾക്കാർ എന്നെ പല സമയങ്ങളിലായി വിളിക്കാറുണ്ട്, പല വിഷമങ്ങളും പ്രയാസങ്ങളും പറയാറുണ്ട്. അവരാരും ഇന്നുവരെയും ജോലിക്ക് പോകാതെ പൈസ ഉണ്ടാക്കാൻ വല്ല വഴിയുണ്ടോ, അല്ലെങ്കിൽ ഈ കടമുണ്ട് ജോലിക്കൊന്നും പോകാതെ ഈ കടം വീട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് ഒരാൾ പോലും ഇന്നുവരെ ചോദിച്ചിട്ടില്ല.
അപ്പോൾ ഇവർ ഈ ചോദിച്ചത് തെറ്റാണോ? അത് തെറ്റാണെന്ന രൂപത്തിലാണല്ലോ അൻസാരി സുഹൂരി ഉസ്താദ് പറഞ്ഞത്. ഒരാളെ വിളിച്ചിട്ട് കടം വീട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നത് തെറ്റായ രൂപത്തിലാണല്ലോ ഇദ്ദേഹം മറുപടി പറയുന്നത്. കാരണം കടം വീട്ടാൻ ജോലിക്ക് പോകണം, അതായത് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞതും തെറ്റാണ്, അതപകേടാണ്. തസ്ബീഹ് ചൊല്ലുന്നതിനെയും ദിക്ർ ചൊല്ലുന്നതിനെയും ഒക്കെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അത് തീർത്തും മോശമായ വാക്കാണ്, ചെയ്യാൻ പാടില്ല. ആവേശത്തിൽ പറഞ്ഞതാണ് വേറെ. പക്ഷേ ഇത് കേട്ട ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ തിരുത്തണമല്ലോ. അദ്ദേഹത്തിന് തിരുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അദ്ദേഹത്തിന് ഇതൊക്കെ അറിയുന്ന ആൾ തന്നെയാണ്. പക്ഷേ ആവേശത്താലുണ്ടായ ആവേശപ്രസംഗത്തിൽ പറ്റിപ്പോയ പാളിച്ചയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതൊക്കെ അറിയുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിച്ച ജനങ്ങൾ അല്ല, ഞാനിത് പ്രത്യേകിച്ച് ഇത് പറയാൻ കാരണം എന്താണെന്ന് പറയാം. ആ പ്രസംഗത്തിനടിയിൽ വന്ന കമൻറ്റുകളിൽ മിക്കവരും ഉസ്താദുമാരെ പണ്ഡിതന്മാരെ മൊത്തത്തിൽ ആക്ഷേപിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നു. കാരണം ദിക്റുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദുമാരെ കുറ്റം പറയുന്ന അവസ്ഥ. ഇത് മിക്കവാറും പലതും മുജാഹിദാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. വിദേഹത്തിന്റെ ആശയക്കാർക്ക് ഇതൊക്കെ വളരെ സന്തോഷമാണ്. അങ്ങനെ ആ കമൻറ്റുകളിൽ ഇസ്ലാമിനെ പരിഹസിക്കുകയും പണ്ഡിതന്മാരെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന, ഇതുപോലെ മറുപടി കൊടുക്കുന്ന ആരെങ്കിലുമൊക്കെ വരണം, മറ്റു ഉസ്താദന്മാരെ കുറ്റം പറഞ്ഞ ആരെങ്കിലുമൊക്കെ വരണമെന്നാണ് കമൻറ്റുകളിൽ പറയുന്നത്. അതായത് അങ്ങനെ ദിക്റുകളും സലാത്തുകളൊക്കെ ചൊല്ലുന്നത് തെറ്റാണെന്നും കടം വീടാൻ ദിക്ർ എഴുതുന്നതും സലാത്തിരുന്നതൊക്കെ തെറ്റാണെന്നും ഒക്കെയാണ് അദ്ദേഹം ഈ കമൻറ്റിൽ കമൻറ്റ് എഴുതുന്നവരൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മറുപടി പറയേണ്ടി വരുന്നത്. ഞാൻ അതിലേക്കൊന്നും നീട്ടി സംസാരിക്കുന്നില്ല, തെളിവുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞല്ലോ, കടം വീടാൻ എന്താ ചെയ്യേണ്ട ഉസ്താദേ എന്ന് ആരെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അത് ചോദിച്ചത് കൊണ്ടാണ് ഇന്നത്തെ കാലത്തും ആ ചോദ്യം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥനയില്ലേ? ആ പ്രാർത്ഥന മഹാനായ അലി റളിയല്ലാഹു അൻഹു മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ പഠിപ്പിച്ചു കൊടുക്കുന്ന ആള് അതാ തൻ്റെ കടം വീട്ടാൻ പ്രയാസപ്പെടുന്ന ഒരാൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ഈ ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥന, കടങ്ങൾ വീടാൻ, ബുദ്ധിമുട്ടുകൾ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അതിൻ്റെ അർത്ഥം ജോലിക്ക് പോകണ്ടെന്നല്ലല്ലോ. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിനെ മറ്റൊരാളെ സമീപിച്ചിട്ട് തൻ്റെ കടം വീട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു നീ ജോലിക്ക് പോടാ എന്നല്ല പറഞ്ഞത്. കാരണം അത് അയാളോട് പറയണ്ട, അയാൾ ജോലിക്ക് പോയിക്കോളൂ. ജോലിക്ക് പോകാതെ കടം വീട്ടാനൊന്നും ചോദിച്ചാരും വരാറില്ല, അങ്ങനെ ആരും വരാറില്ല. അപ്പോൾ ഏതെങ്കിലും ഉമ്മമാർ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പാപ്പമാർ, ഏതെങ്കിലും സഹോദരന്മാർ കടം കൊണ്ട് ബുദ്ധിമുട്ടാണ് ഉസ്താദേ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ജോലിക്ക് പോടാന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അവർ ചെയ്യുന്ന ജോലി കൊണ്ട് ഈ കടം വീട്ടാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവരിത് ചോദിക്കുന്നത്. അവർ വലിയ എഞ്ചിനീയർമാരോ ഡോക്ടർമാരോ കളക്ടറോ വലിയ ശമ്പളം കിട്ടുന്നവരോ ആയിരിക്കില്ല. പാവപ്പെട്ടവർ അവരുടെ ജോലി കൊണ്ട് അവരുടെ ചിലവുകൾ നടത്തിക്കൊണ്ടു പോകാൻ തന്നെ ബുദ്ധിമുട്ടുന്നവരായിരിക്കും. ആ കൂട്ടത്തിലാണ് അവരുടെ കടങ്ങൾ വീട്ടാൻ ബുദ്ധിമുട്ടുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരുടെ നമ്പർ കിട്ടുമ്പോൾ അവർ വിളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ ഉസ്താദേ, കടങ്ങൾ വീട് കിട്ടണം അപ്പോൾ എന്ന് ചോദിച്ച് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒന്ന് ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നു, തനിക്ക് കടം വീട്ടാൻ വലിയ പ്രയാസമാണ്, വലിയ കടമുണ്ട്, കടം വീട് കിട്ടണം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? പർവ്വതത്തോളം കടമുണ്ടെങ്കിലും അള്ളാഹു അത് വീട്ടിത്തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിനെ ഈ ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അൻസാരി സുഹരി ഉസ്താദ് ശ്രദ്ധിക്കണം. അൻസാരി സുഹരി ഉസ്താദെ, കടം വീട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജോലിക്ക് പോകുമെന്നല്ല നബി പഠിപ്പിച്ചത്. അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് അങ്ങനെയല്ല, മറിച്ച് ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. ജോലിക്ക് എല്ലാവരും പൊയ്ക്കോളും, എന്നാൽ മറ്റേതെങ്കിലും ഹൈറായ വഴിയിലൂടെ, ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ കടം വീടി കിട്ടാൻ ഉപകരിക്കുന്ന ഒരു കാരണമാകുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക് എന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്നു. അതേ പ്രാർത്ഥന അതാ അലി റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു സമീപത്ത് വന്ന് ചോദിച്ച് കടമുണ്ടെന്ന് പറഞ്ഞ് വിഷമം പറഞ്ഞ വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്ന ചില വാക്കുകൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? നിന്റെ മേൽ പർവ്വതത്തോളം കടമുണ്ടെങ്കിൽ പോലും അള്ളാഹു അത് വീട്ടിത്തരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക് എന്ന പ്രാർത്ഥന പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഒരു ഉസ്താദിനെ ഒരു ഉമ്മ വിളിച്ചാൽ ആ ഉമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. ഉമ്മ പോയി ജോലി നോക്ക്, അല്ല ജോലിക്ക് പോകുമ്പോൾ നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന അവർ ജോലിക്ക് പോകും.
അവരെ കൊണ്ട് സാധ്യമാകുന്ന അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി അവർ ചെയ്യും. പക്ഷേ എന്നിട്ടും അവരുടെ കടം വീട്ടാൻ ബുദ്ധിമുട്ടുമ്പോൾ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്, ആത്മീയമായ മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടാണ് ഇവർ വിളിക്കുന്നത്. അപ്പോൾ ഇത് പ്രാർത്ഥിച്ചാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ വഴിയിലൂടെ അവർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുന്നതാണ്. ഖൈറായ വഴി അവർക്ക് ഈ കടം വീട്ടാൻ വഴി കാണിച്ചു കൊടുക്കുന്നതാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിലുള്ള കാര്യം തന്നെയാണ്. നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു ദാരിദ്ര്യം നീങ്ങാൻ നബി തങ്ങൾ നിർദ്ദേശിച്ച ദിക്ർ നോക്കൂ. പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ ചൊല്ലിയാൽ അവന്റെ കടവും ദാരിദ്ര്യവും എല്ലാം നീങ്ങാൻ കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. മഹാനായ തഴവ ഉസ്താദ് അതിനെ കുറിച്ച് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്, ലാ ഹൗലയെ കുറിച്ച്. അതേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ, രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ അവന്റെ കടങ്ങളൊക്കെ വീടിക്കിട്ടുന്നതാണ്, ദാരിദ്ര്യം മാറിക്കിട്ടുന്നതാണ്. അതേ, ഇമാം തബ്റാനി അൽ മുഅ്ജമുൽ ഔസത്ത് എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ആരെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നത് ചൊല്ലിയാൽ അതവൻ അധികരിപ്പിച്ചാൽ അവന്റെ ദാരിദ്ര്യം നീങ്ങുന്നതാണ്, ദാരിദ്ര്യമില്ലാതായി മാറുന്നതാണ്. ഇങ്ങനെ ഒരുപാട് തെളിവുകളുണ്ട്. അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് തന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞു. തന്റെ ദാരിദ്ര്യം ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജോലിക്ക് പോടാ എന്നല്ല അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അയാൾ ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷേ എന്നിട്ട് ദാരിദ്ര്യമാണ്. അപ്പോൾ ദാരിദ്ര്യമാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു തസ്ബീഹാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ സ്വഹാബിയോട്, ഈ ബുദ്ധിമുട്ട് പറഞ്ഞ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മലക്കുകളുടെ തസ്ബീഹ് നിനക്കറിയില്ലേ? സൃഷ്ടികൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത് അത് കാരണമായിട്ടാണ്. മലക്കുകൾ ഈ തസ്ബീഹ് ധാരാളമായി ചൊല്ലുന്നത് കാരണമായിട്ടാണ് ജനങ്ങൾക്ക്, അതേ സൃഷ്ടികൾക്ക്, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സുബഹിയായത് മുതൽ, സുബഹിയുടെ ബാങ്ക് കൊടുത്തത് മുതൽ സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് 100 പ്രാവശ്യം ഇതൊരാൾ ചൊല്ലിയാൽ ദുനിയാവ് അവന്റെ അടുത്തേക്ക് വരുമെന്നാണ്. ദുനിയാവ് അവന് കീഴ്പ്പെട്ട് വരുമെന്ന് പറഞ്ഞാൽ അവൻ ആവശ്യമായ സമ്പത്തും എല്ലാം അവനുണ്ടാകും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരാൾ ചൊല്ലിയാൽ അവന് ധാരാളം സമ്പത്ത് കിട്ടും, അവന്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് ജോലിക്ക് പോകണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ജോലിയും ഇതുമായി ബന്ധപ്പെടുത്തി പറയരുത്. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾ വിളിച്ചാൽ അതിലെന്തെങ്കിലും ആയത്തുകളോ അല്ലെങ്കിൽ സൂറത്തുകളോ ദിക്റുകളോ തസ്ബീഹുകളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. അത് ദീനിലുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ വന്ന് ചോദിച്ച കാര്യങ്ങളാണ്, അതിന് മറുപടി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ ഇത് ഒരു സ്വഹാബി പതിവാക്കുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട് തന്റെ ദാരിദ്ര്യമെല്ലാം മാറിയെന്നും സമ്പത്ത് തനിക്ക് വർദ്ധിച്ചതായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവർ, അതുപോലെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ സമ്പത്ത് വർദ്ധിക്കും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ സമ്പത്ത് വർദ്ധിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. സൂറത്തുൻ നൂഹിൽ 10 മുതൽ 12 ആയത്തുകൾ, 10, 11, 12 ആയത്തുകളിലായി അത് വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹദീസിലും അത് പറയുന്നുണ്ട്. ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ എല്ലാ ഇടുക്കങ്ങളിൽ നിന്നും അള്ളാഹു അവന് വഴി തുറക്കുന്നതാണ്, എല്ലാ വിഷമങ്ങളിൽ നിന്നും അവന് മോചനം നൽകുന്നതാണ്. അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അവന് ഭക്ഷണം നൽകുകയും ചെയ്യും. അപ്പോൾ ജോലിക്ക് പോകണ്ടേ? ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലി വിട്ടിരുന്നാൽ മതിയോ? അല്ല, ജോലിക്ക് പോകണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല, സ്വഹാബികൾ പറഞ്ഞിട്ടില്ല, അലി റളിയല്ലാഹു പറഞ്ഞിട്ടില്ല, ഒരു ഉസ്താദുമാരും പറയാറുമില്ല. ജോലിക്ക് പോകാൻ നിങ്ങൾ ഇത് ചൊല്ലിയിരിക്കാൻ ആരും പറയാറില്ല. അപ്പോൾ അൻസാരി സൂരി ഉസ്താദിന് ആ വിഷയത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ട്, തെറ്റ് പറ്റിയിട്ടുണ്ട്. അങ്ങനെ കടമുണ്ടെങ്കിൽ ജോലിക്ക് പോടാന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ജോലിക്കൊക്കെ അവർ വയ്ക്കോളും, അവരെ കൊണ്ട് അറിയുന്ന ജോലി അവർ ചെയ്യും. അവർക്കതിന് കടം വീടാൻ കാരണമായി തീരുന്ന എന്തെങ്കിലും ദിക്റുകളോ തസ്ബീഹുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് ഇസ്ലാമിക പാരമ്പര്യമാണ് എന്നാണ് സുഹരി ഉസ്താദിനോടും സുഹരി ഉസ്താദിന്റെ വീഡിയോ കണ്ടിട്ട് കമന്റ് എഴുതിയ ബിദ്അഈ പ്രസ്ഥാനക്കാരോടും യുക്തിവാദികളോടുമൊക്കെ എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നെന്താണ് അൻസാരി സൂരി ഉസ്താദ് പറഞ്ഞത്? ആനയെ സ്വപ്നം കണ്ടാൽ എന്താ അൻസാരി സൂരി ഉസ്താദ് പറഞ്ഞത്? ഒലക്കയുടെ മൂടല്ല ഉസ്താദേ. ആനയെ സ്വപ്നം കണ്ടാൽ ഒലക്കയുടെ മൂടല്ല.
ആനയെ സ്വപ്നം കണ്ടാൽ എന്താണ് വിധി എന്ന് മഹാനായ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യം ഇബ്നു സീരീൻ ആരാണെന്ന് നമുക്കൊന്ന് പറയാം, എന്നിട്ടല്ലേ ഇബ്നു സീരീൻ പറഞ്ഞ സ്വപ്ന വ്യാഖ്യാനം പറ്റുമോ ഇല്ല നമുക്ക് നോക്കുന്നത്. ആരാണ് ഇബ്നു സീരീൻ? ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ സ്വപ്ന വ്യാഖ്യാതാവും വലിയ പണ്ഡിതനും താബിഈയുമാണ് ഇമാം മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ജീവിച്ച കാലഘട്ടം ഏതാണ്? ഹിജ്റ 1-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഹിജ്റ 1-ാം നൂറ്റാണ്ട്, ജനനം ഹിജ്റ 33-ലാണ്, ക്രിസ്തുവർഷം 653. ബസ്രയിൽ അതായത് ഇന്നത്തെ ഇറാഖിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ മരണം വഫാത്ത് ഹിജ്റ 110-ലാണ്, ക്രിസ്തു വർഷം 729-ലാണ് അദ്ദേഹം വഫാത്തായത്. പ്രശസ്തനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു എന്നവരുടെ മോചിതനായ അടിമയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് സീരീൻ. മഹാനായ ഈ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹാബികളെ നേരിട്ട് കണ്ടവരും അവരിൽ നിന്ന് വിജ്ഞാനം നേടിയവരുമായ തലമുറയിൽപ്പെട്ടവരാണ് അവർ. അതെ, അദ്ദേഹം ധാരാളം സ്വഹാബികളിൽ നിന്ന് വിജ്ഞാനം നുകർന്നിട്ടുണ്ട്. ഒരു ഹദീസ് പണ്ഡിതനാണ്. സ്വപ്ന വ്യാഖ്യാനത്തിൽ മാത്രമല്ല, ഹദീസ് വിജ്ഞാനത്തിലും അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. വളരെ സൂക്ഷ്മശാലിയായ ഒരു ഹദീസ് നിവേദകനുമായിരുന്നു അദ്ദേഹം. വളരെയധികം ഭക്തനും ധാരാളം നല്ലതുപോലെ ഇബാദത്തിൽ മുഴുകുന്ന ഒരു വ്യക്തിയുമായിരുന്നു ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി. പ്രിയമുള്ളവരെ, അങ്ങനെ സ്വപ്ന വ്യാഖ്യാനത്തിൽ അദ്ദേഹത്തിന് വലിയ കഴിവുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ വലിയൊരു കഴിവായിരുന്നു സ്വപ്ന വ്യാഖ്യാനം പറയുക എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞ സ്വപ്ന വ്യാഖ്യാനങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ഒരു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ പേരിലായി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും പിന്നീട് വന്നവരും അതൊരുമിച്ച് കൂട്ടി ഒരു ഗ്രന്ഥമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വപ്ന വ്യാഖ്യാനം ആ ഗ്രന്ഥത്തിന്റെ പേര് തഫ്സീറുൽ അഹ്ലാമിൽ കബീർ എന്നാണ്. തഫ്സീറുൽ അഹ്ലാമിൽ കബീർ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. ആ ഗ്രന്ഥം ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയതല്ല. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം, അദ്ദേഹം പറഞ്ഞ വ്യാഖ്യാനങ്ങൾ ഒരുമിച്ച് കൂട്ടി ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് തഫ്സീറുൽ അഹ്ലാമുൽ കബീർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി സ്വപ്ന വ്യാഖ്യാനം പറയാൻ കഴിവുള്ള താബിഈങ്ങളിൽപ്പെട്ട വലിയ ഒരു മഹാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ആനയെ സ്വപ്നം കണ്ടാൽ എന്താണ്? ഒലക്കയുടെ മൂട് എന്നല്ലേ പറഞ്ഞത്? ഒലക്കയുടെ മൂടല്ല. ആനയെ സ്വപ്നം കണ്ടാൽ എന്താണ് ഉസ്താദ് എന്ന് ചോദിച്ചൊരു ഉമ്മ വിളിച്ചാൽ, ഒരു സഹോദരൻ വിളിച്ചാൽ, ഒരു പിതാവ് വിളിച്ചാൽ ഒലക്കയുടെ മൂട് എന്നല്ല അനുസരിച്ച് ഒരു ഉസ്താദെ മറുപടി പറയേണ്ടത്. എന്താണ്? മറിച്ച് നമുക്ക് അറിവുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക, അറിവില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? അതേ, ആനയെ ഒരാൾ സ്വപ്നം കണ്ടാൽ അധികാരം, പദവി, ഇതൊക്കെയാണ് എന്ന് മഹാനായ ഇബ്നു സീരീൻ പറയുന്നു. ഓരോ സ്വപ്നം കാണുമ്പോഴും ആ ഏത് സ്വപ്നത്തിലേക്കാണ് വ്യാഖ്യാനമുള്ളത് എന്നൊക്കെ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ സ്വപ്നത്തിനും അത് ബാധകമാണ്. എല്ലാ സ്വപ്നത്തിനും ബാധകമാണ്. ഇന്ന സമയത്ത്, ഏത് സമയത്ത് കണ്ട സ്വപ്നമാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് വ്യാഖ്യാനം പറയുന്നത്. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞ വ്യാഖ്യാനത്തിൽ ആനയെ കണ്ടാൽ അതിന് വ്യാഖ്യാനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഉമ്മ ചോദിച്ചത്. അപ്പോൾ ആനയെ സ്വപ്നം കണ്ട എന്താണ് ഉസ്താദ് എന്ന് ചോദിക്കുമ്പോൾ ഒലക്കയുടെ മൂട് എന്ന് ആ ഉമ്മയോട് പറയാൻ പാടില്ല. മറിച്ച് മഹാനായ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കണം. ആനയെ കാണുന്നത് വലിയ ഭരണാധികാരികളെയോ പ്രതാപമുള്ളവരെയോ ആണ് സൂചിപ്പിക്കുന്നത് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. അൽ ഫീലു ഫിൽ മനാം മലിക്കുൻ ലഹ്മുൻ ഔ റജുലുൻ അജമിയുൻ ലഹ്മുൻ യഉലു ശഅനുഹു. സ്വപ്നത്തിലെ ആന എന്നത് വലിയൊരു രാജാവിനെയോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനമുള്ള പ്രതാപിയായ ഒരു വ്യക്തിയെയോ സൂചിപ്പിക്കുന്നു. ഇത് നിങ്ങൾ നോക്കൂ, ആനപ്പുറത്ത് കയറുന്നത് സ്വപ്നം കണ്ടാലോ? ഒരാൾ ആനപ്പുറത്ത് കയറുന്നത് സ്വപ്നം കണ്ടാൽ മൻ റആ അന്നഹു റകിബ ഫീലൻ നാല സുൽത്താനൻ ഔ ജാഹൻ അദീമ. ആരെങ്കിലും താൻ ആനപ്പുറത്ത് കയറിയതായി സ്വപ്നം കണ്ടാൽ അയാൾക്ക് വലിയ അധികാരമോ സ്ഥാനമാനങ്ങളോ ലഭിക്കാനിരിക്കുന്നു എന്ന് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും അംഗീകരിക്കുന്ന സ്വപ്ന വ്യാഖ്യാതാവാണ്. അതേ നോക്കൂ, ഇനി ആനയെ സ്വപ്നം കാണുമ്പോൾ അത് രാത്രിയും പകലും അനുസരിച്ച് സ്വപ്നത്തിൽ സമയത്തിനനുസരിച്ച് വ്യത്യാസം വരാം. അത് മഹാനവറുകൾ പറയുന്നു. ഇൻ റകിബഹു ലൈലൻ നാലാ മുൽക്കൻ വഇൻ റകിബഹു നഹാറൻ ഫഇന്നഹു യുതല്ലിഖു ഇംറഅതഹു. അതേ, രാത്രിയിലാണ് ആനപ്പുറത്ത് കയറിയതായി ഒരാൾ സ്വപ്നം കണ്ടതെങ്കിൽ അയാൾക്ക് വലിയ അധികാരം ലഭിക്കും എന്നതിൻ്റെ ഒരു സൂചനയാണ്. എന്നാൽ പകൽ സമയത്താണ് ഇത് കണ്ടതെങ്കിൽ ആനപ്പുറത്ത് കയറുന്നതായി ഒരാൾ സ്വപ്നം കണ്ടത് രാത്രിയിലാണെങ്കിൽ വലിയ അധികാരം ലഭിക്കുമെന്നതിൻ്റെ സൂചനയാണ്. എന്നാൽ പകൽ സമയത്താണ് ഇത് കണ്ടതെങ്കിൽ അത് ഭാര്യയെ വിവാഹമോചനം ചെയ്യുന്നതിലേക്ക് എത്തിപ്പെട്ടേക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നതിൻ്റെ സൂചനയാണ് എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ മോശമായ, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തെങ്കിലും സ്വപ്നം കണ്ടാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് 3 പ്രാവശ്യമോ 7 പ്രാവശ്യമോ 11 പ്രാവശ്യമോ ചൊല്ലിയിട്ട് ഇടതുവശത്തേക്ക് ഉമിനീരില്ലാത്ത രൂപത്തിൽ തുപ്പുക.
അത് മഹാന്മാർ പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ ആ സ്വപ്നം, ആ മോശമായി കണ്ട സ്വപ്നം നമുക്ക് ഏൽക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്നും ദുസ്വപ്നം കാണുമ്പോൾ, മോശമായ സ്വപ്നം കാണുമ്പോൾ ചൊല്ലാം. അപ്പോൾ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിഞ്ഞിരുന്നെങ്കിലല്ലേ അത് മോശമാണോ നല്ലതാണോ നമുക്ക് അറിയാനും പറ്റുള്ളൂ. ഒരക്കേടം കൂടെ ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ പോകരുത്. അപ്പോൾ ഇനി നോക്കൂ, ആനയെ പാൽ കറക്കുന്നത് ഒരാൾ സ്വപ്നം കണ്ടു. എങ്ങനെയൊക്കെ സ്വപ്നം കാണാമല്ലോ. അതാ മൻ ഹലബ ഫീലൻ ഫഇന്നഹു യനാലു മാലൻ ഹലാലൻ മിൻ മുൽകിൻ മിൻ മലികിൻ ളഖ്മിൻ. ആരെങ്കിലും ആനയെ കറക്കുന്നതായി, പാൽ കറക്കുന്നതായി, പാലെടുക്കുന്നതായി ഒരാൾ സ്വപ്നം കണ്ടാൽ ഒരു വലിയ വ്യക്തിയിൽ നിന്ന് ഹലാലായ അനുവദനീയമായ സമ്പത്തോ ലാഭമോ ഇയാൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ്. ഇങ്ങനെ ആനയുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനം നീണ്ടുപോവുകയാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയം വൈകുന്നത് കൊണ്ട് പോകുന്നില്ല. ഇനി വേണ്ടവർക്ക് ബന്ധപ്പെട്ടാൽ പറഞ്ഞു തരുന്നതാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അടുത്ത ഇദ്ദേഹം പറഞ്ഞ എന്താ, അൻസാരി സൂരി സാബ് പറഞ്ഞത് ആനപ്പിണ്ടം സ്വപ്നം കണ്ടു ഉസ്താദെ, ആനപ്പിണ്ടം സ്വപ്നം കണ്ടാൽ എന്താണ്, ഇതൊക്കെയാണ് ചോദ്യമെന്നാണ്. പരിഹസിച്ച് പറയുകയാണ്, ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. ആനപ്പിണ്ടം സ്വപ്നം കണ്ടാലും അതിന് വ്യാഖ്യാനമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആരും എഴുതി വെച്ചതല്ല. മഹാനായ ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. ആ വ്യാഖ്യാനങ്ങൾ ഒരുമിച്ച് കൂട്ടിയ തഫ്സീറുൽ അഹ്ലാമുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അൻസാരി സൂരി ഉസ്താദും അംഗീകരിക്കുന്ന കിതാബാണ്, അംഗീകരിക്കുന്ന വ്യക്തിയാണ് ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് നോക്കൂ, ആനപ്പിണ്ടം സ്വപ്നം കണ്ടാൽ എന്താണ്, മഹാനായ ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അതേ സ്വപ്നത്തിലെ ആനപ്പിണ്ടം എന്നത് വലിയൊരു ഭരണാധികാരിയിൽ നിന്നോ അല്ലെങ്കിൽ പ്രതാപശാലിയായ ഒരു വ്യക്തിയിൽ നിന്നോ സ്വപ്നം കണ്ടയാൾക്ക് ലഭിക്കാനിരിക്കുന്ന ധാരാളം സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. റൗസുൽ ഫീലി ഫിൽ മനാം യദുല്ലു അലാ മാലിൻ കസീരിൻ യനാലുഹു റായി മിൻ ജിഹത്തി സുൽത്താനിൻ ഔ റജുലിൻ ലഖ്മിൻ. അതേ ഭരണാധികാരിയിൽ നിന്നോ അല്ലെങ്കിൽ വലിയൊരു പ്രതാപശാലിയായ വ്യക്തിയിൽ നിന്നോ തനിക്ക് ധാരാളം സമ്പത്ത് കിട്ടും എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഇപ്പോൾ ചില സ്വപ്നങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല അതിന് വരിക. ചില സ്വപ്നങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല വരിക. നമ്മൾ വിചാരിക്കും ആ സ്വപ്നം കണ്ടപ്പോൾ ഇത് മോശമായ സ്വപ്നമാണ് എന്ന്. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിരിക്കും അത്. ചിലത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല സ്വപ്നമാണെന്ന്, പക്ഷേ നല്ലതാണെന്ന് നമുക്ക് തോന്നിയെങ്കിലും ഇതിൻ്റെ വ്യാഖ്യാനം ചിലപ്പോൾ മോശമായിരിക്കാം. അപ്പോൾ ഈ സ്വപ്ന വ്യാഖ്യാനം എന്താണെന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ ഇത് മോശമാണ് എന്ന്. അപ്പോൾ സ്വപ്ന വ്യാഖ്യാനം കുറച്ചൊക്കെ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. അപ്പോൾ നമ്മൾക്ക് സ്വപ്നം കാണുമ്പോൾ മോശമായ സ്വപ്നമാണെന്ന് ബോധ്യപ്പെട്ടാൽ അഊദു ബില്ലാഹി, ആ ഉണരുന്ന സമയത്ത് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഉണരുന്നത് ആ സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പല പ്രാവശ്യം ഓതുകയും പല പ്രാവശ്യം അത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുകയും ഒന്ന് ഓതുകയും പിന്നെ ഇടതുവശത്തേക്ക് ഉമിനീര് വരാത്ത രൂപത്തിൽ തുപ്പുകയും ചെയ്യണമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പല പ്രാവശ്യം ചൊല്ലണമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു. പ്രിയമുള്ള അൻസാരി സൂരി ഉസ്താദിനോട് നിങ്ങളുടെ പ്രസംഗങ്ങളും ക്ലാസ്സുകളും മറുപടികളുമൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ആവേശത്തിൽ പറയുമ്പോൾ, പ്രത്യേകിച്ച് ദീനിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ, ഒരു ഭൗതികമായ കാര്യമാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. അതുകൊണ്ട് അതും നമ്മൾ സൂക്ഷിക്കണം. ഭൗതികമായ കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണം. അതുകൊണ്ട് ദീനിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ആവേശത്തിൽ വല്ലതുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ, ഉസ്താദെ ഇത് കേൾക്കുന്നത് ഉസ്താദുമാർ മാത്രമല്ല, എപ്പോഴും ദീനിനെ കളിയാക്കാൻ, അതുപോലെ ദീനിനെ മോശപ്പെടുത്താൻ, എങ്ങനെയും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് പണ്ഡിതന്മാരെയും ഉസ്താദുമാരെയും അടച്ചാക്ഷേപിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിഭാഗം ഭൂമിയിലുണ്ട് എന്നൊരു ബോധം അൻസാരി സൂരി ഉസ്താദിനും എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ആ കൂട്ടത്തിൽ ഉസ്താദ് പറഞ്ഞ മറ്റൊന്നാണ്, ഈ 10 അടയാളങ്ങൾ നിങ്ങളിലുണ്ടോ, നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട്. അതൊക്കെ ഭൗതികമായ മേഖലയാണ്. ചില ഡോക്ടർമാർ പറയുന്നതാണ്. ചിലപ്പോൾ അടയാളം നമ്മൾ ശ്രദ്ധിക്കണം. അത് അങ്ങനെ തള്ളിക്കളയാൻ പറ്റൂല. ആ പറഞ്ഞതിനെയും നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റൂല. ഈ 10 അടയാളങ്ങൾ നിങ്ങളുണ്ടോ, നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന് ഒരു ഡോക്ടർ പറഞ്ഞിട്ട് കുറേ അടയാളങ്ങൾ പറയുമ്പോൾ അതിലേതെങ്കിലും അടയാളം ഉണ്ടെങ്കിൽ ഒരു ഉമ്മ ടെൻഷൻ അടിച്ചിരുന്നു, ഭർത്താവിന് ഭക്ഷണം കൊടുക്കാൻ നീ ക്യാൻസറാന്ന് പറഞ്ഞ് മാറിയിരുന്നു എന്നൊക്കെയാണ് ഉസ്താദ് പറയുന്നത്. എല്ലാവരും അങ്ങനെ ആയിക്കോണമെന്നില്ല. അങ്ങനെ ആയാൽ തന്നെ ഇരുന്നാൽ തന്നെ ആ സഹോദരിയോട് ഭർത്താവ് ചോദിക്കുമ്പോൾ ഭർത്താവിനോട് പറയുമല്ലോ, ഇങ്ങനൊരു ഞാൻ ഒരു വീഡിയോ കണ്ടു, ഒരു ഡോക്ടർ പറയുന്നത് കണ്ടു, അപ്പോൾ ആ അടയാളം എനിക്കുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഭർത്താവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ കുഴപ്പമുണ്ട്, രണ്ടാളൊന്ന് മനസ്സിലാവും. അത് ഉപകാരമാണ്. അതേ എൻ്റെ മൂത്താപ്പാടെ ഒരു മകള് ഇതുപോലത്തെ ഒരു വീഡിയോ കണ്ടിട്ടാണ് മനസ്സിലാക്കിയത് തനിക്ക് ആ അടയാളമുണ്ടല്ലോ, അപ്പോൾ അസുഖമുണ്ടാകാൻ സാധ്യതയുണ്ട്. പോയി പരിശോധിച്ചപ്പോൾ ബ്ലഡ് ക്യാൻസറാണ്. എൻ്റെ ആ സഹോദരി മരണപ്പെട്ടു പോയി. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ വളരെ ചെറുപ്പത്തിലാണ് എൻ്റെ മൂത്താപ്പാടെ മകള് വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ കുഞ്ഞിന് 6 മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ ആ സഹോദരി മരണപ്പെട്ടു പോയി. ബ്ലഡ് ക്യാൻസറായിരുന്നു. അത് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പേ ആ സഹോദരിക്ക് മനസ്സിലായി എനിക്ക് അസുഖമാകാൻ സാധ്യതയുണ്ട്. കാരണം അടയാളങ്ങൾ കേട്ടതാണ്, അടയാളങ്ങൾ എവിടെയോ വായിച്ചതാണ്.
എന്നാൽ എൻ്റെ ആ ചെറുപ്പത്തിൽ ഇതില്ല കേട്ടോ, യൂട്യൂബും അതൊന്നുമില്ല. അപ്പോൾ ഏതോ ഡോക്ടർമാർ എഴുതിയത് വായിച്ചതാണ്, വീഡിയോ കണ്ടതല്ല. ഡോക്ടർമാർ അന്നത്തെ ഓരോ മാസികകളിലൊക്കെ ഡോക്ടർമാർ എഴുതുമല്ലോ. അപ്പോൾ എഴുതിയത് വായിച്ചപ്പോൾ മനസ്സിലായി ഇന്നത്തെ കാലത്ത് എഴുത്തല്ല, അതിന് പകരം വീഡിയോ ചെയ്യുകയാണ്. യൂട്യൂബിൽ ഡോക്ടർമാർ വീഡിയോ ചെയ്യുകയാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ അടയാളം വെച്ചുകൊണ്ടാണ് മനസ്സിലാക്കിയത്. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു, പക്ഷേ കൂടിപ്പോയത് കൊണ്ട് മരണപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊന്നും തെറ്റല്ല. ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട്, അല്ലെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചപ്പോൾ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് പറയുമ്പോൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചവർ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും, അൻസാരി സൂരി ഉസ്താദിനും നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല രൂപത്തിൽ ഓരോ കാര്യങ്ങൾക്കും മറുപടി കൊടുക്കാൻ അൻസാരി സൂരി ഉസ്താദിന് അല്ലാഹു കഴിവ് നൽകട്ടെ. ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു. അൻസാരി സൂരി ഉസ്താദ് നമ്പർ സംഘടിപ്പിച്ച് അയച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച്. കാരണം ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയാണ്. ചില മറുപടി നമ്മൾ കൊടുത്താൽ ശരിയാവൂല, ചില വിഷയങ്ങൾക്കുള്ള മറുപടി ഞാൻ കൊടുത്താൽ ശരിയാവൂല. അതുകൊണ്ട് തന്നെ അൻസാരി സൂരി ഉസ്താദിന് അയച്ചു കൊടുക്കാമെന്ന് കരുതി ഞാൻ എടുത്ത് വെച്ചിരുന്നു. കാരണം അത് ചിലത് അദ്ദേഹം തന്നെ മറുപടി കൊടുത്താലേ ശരിയാവുള്ളൂ. അതിന് തക്കതായ മറുപടി കൊടുക്കും. നമ്മളങ്ങോട്ട് പറഞ്ഞാൽ സ്ട്രോങ് കിട്ടൂല. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ എതിർക്കുന്ന ആളൊന്നുമല്ല. അദ്ദേഹം ദീനുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ ആവേശത്താൽ പറഞ്ഞ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.